അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ചാർട്ടിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ക്യാംലിൻ ഫൈൻ സയൻസസിൻ്റെ ഒരു ചാർട്ടാണ്. ഈ ഒരു ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഒരു വരയൊന്നും ഇല്ലാതെ നോക്കുമ്പോഴത്തേക്ക് ഒരു നോർമൽ ചാർട്ട് ഇതുണ്ട്. ഇവിടെ നമ്മളൊരു 2015 മുതലുള്ളൊരു ചാർട്ടാണ്. നമുക്ക് ഈ ക്രോസ് ലൈൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാം. അപ്പം ഇത് ലോങ് ഗെയിമിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു ഏരിയ തന്നെ കിടന്ന് കളിക്കുന്ന ഒരു ചാർട്ടാണിത്. ഇവിടെ ഒരു ചെറിയൊരു ഫ്ലാഗ് പോലെ ഒരു ചാനൽ പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. അതൊരു ഡെയിലി ടൈം ഫ്രെയിമാണ് ഞാൻ വരച്ചിട്ടിരിക്കുന്നത്. അതിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ മതി. ഇവിടെ ഒരു സപ്പോർട്ട് വരച്ചു. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടോ, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഒരു അത്യാവശ്യം വോളിയത്തോട് താഴെ നിങ്ങൾക്ക് വോളിയം കണ്ടാൽ മനസ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ വോളിയത്തോട് താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കാലിച്ച് നോക്കിയേ ഹൈ കയറി വാങ്ങിച്ചവർക്ക് എല്ലാവർക്കും നല്ല പണി കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ ചെറിയൊരു ഡബിൾ ബോട്ടം ഉണ്ടായിട്ടുണ്ട്. അതൊരു അപ് ട്രെൻഡിൻ്റെ ഒരു അതാണ് നമ്മൾ ചാർട്ട് അനാലിസിസിനകത്ത് ഇതിൻ്റെ പേരെന്തായിരുന്നു മറ്റേ ഇത് ഈ ഒരു പാറ്റേൺസിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്ത് ഡബിൾ ബോട്ടമാണ് ഈ വന്നിരിക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് തൊട്ട് വരുന്ന റെസിസ്റ്റൻസ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ ഒരുപാട് മുകളിലോട്ട് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ഏരിയ വാങ്ങിച്ചവർക്ക്. അവിടെ വാങ്ങിച്ചവരൊന്നും ഇപ്പോഴും വിൽക്കേണ്ട ആവശ്യമില്ല നിലവിൽ. കുറേ നാളിങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് ലോങ് ടൈം നോക്കുന്നവർക്ക് കുഴപ്പമില്ല. ഇപ്പോഴാണെങ്കിലും വിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ കാണിച്ചു തരാം. ഒരു ചാനലിനകത്തോടുള്ളൊരു മൂവ്മെൻറ്റാണ് ദാണ്ട് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഒരു ചാനലിനകത്തോടുള്ളൊരു മൂവ്മെൻറ്റാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. നമുക്ക് പല രീതിയിൽ നമുക്കിതിനകത്ത് വരയ്ക്കാൻ പറ്റും കേട്ടോ. ബാക്കിയെല്ലാം നമ്മുടെ ഒരു ലോജിക്ക്. ഇവിടെ ജസ്റ്റ് ബ്രേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്യാം. പിന്നെ അത് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടല്ലോ ചാടി കയറി റെസിസ്റ്റൻസ് കയറി വാങ്ങിക്കാതിരിക്കുക. കയ്യിലുള്ളവർ നിലവിൽ പേടിക്കണ്ട. ഈ ഒരു ലൈനൊക്കെ ഇപ്പം താഴെ നിന്ന് ഈ ഒരു ഏരിയ എന്നൊരു എൻട്രി എടുത്താൽ ഇവിടെ ചെറിയൊരു എൻട്രി, ഇതിലും ചെറിയൊരു ടൈം ഫ്രെയിമിൽ പോയിട്ട് എൻട്രി എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ വരെ വേണമെങ്കിൽ ചെറിയൊരു ഹോൾഡ് ചെയ്യാം. ഒരു 54 മുതൽ ഒരു അവിടെ വരെയുള്ള ഹോൾഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഏരിയയിൽ മുകളിൽ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഥ മൊത്തം മാറും. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ ബ്രേക്ക് ആയില്ലെങ്കിലോ എപ്പോഴും നമ്മൾ ക്ഷമിച്ച് തന്നെ ഇരിക്കുക. ഞാൻ ഈ ചാർട്ടിനകത്ത് ചെറിയൊരു എൻട്രി എടുത്തായിരുന്നു, വളരെ ചെറിയൊരു എൻട്രി. അങ്ങനത്തെ ഒരു കാര്യം ഇതുണ്ട്. ഇവിടെ നമുക്കൊരു ഡബിൾ ബോട്ടം നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരു റെസിസ്റ്റൻസിനോട് ചേർന്ന് വരുന്നു. ഇവിടുത്തെ നല്ലൊരു എൻട്രി ഇതുണ്ടോ, ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഉണ്ടാകുന്നു, റെസിസ്റ്റൻസിനോട് ചേർന്ന് വരുന്നു. ഇവിടെ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ എത്രയോ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കവിടെ കിട്ടും. ഇപ്പോൾ അത് ഇച്ചിരി ഹൈയിലാണ്. അടുത്തൊരു ബ്രേക്ക് ഔട്ട് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ജസ്റ്റ് വരച്ച് നോക്കുക. ഞാനീ പറഞ്ഞേക്കുന്ന എൻ്റെ ഒരു വ്യൂ മാത്രമാണ്, മനസ്സിലായല്ലോ. ഇപ്പം അത്യാവശ്യം നല്ലൊരു വോളിയത്തിലൂടെ തന്നെയുള്ളൊരു മൂവ്മെൻറ്റാണ്. ഇവിടെയൊക്കെ നല്ല ബ്രേക്ക് ചെയ്ത് കൃത്യം അവിടെ സ്റ്റേബിൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ചാർട്ട് ഒന്നുകൂടെ നമുക്ക് വരച്ച് ഈ വീഡിയോ ഇടാം, എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ പല ടൈം ഫ്രെയിമിൽ പോകുമ്പോഴത്തേക്ക് പല ഐഡിയകൾ കിട്ടും. അപ്പോൾ ഏകദേശം ഇത്രയാണ് കാര്യങ്ങൾ. വളരെ ചെറിയൊരു ചാർട്ട് നമുക്ക് 1-2 ലൈനുകൾ കൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ ഭാവി ഭൂതം വർത്തമാനം എല്ലാം നമുക്ക് പറയാൻ പറ്റും ഏകദേശം കേട്ടോ. അതിലൊരിക്കലും 100% ഗ്യാരണ്ടി ഇല്ല ഷെയർ മാർക്കറ്റിൽ, ഏകദേശം എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. പല ചാർട്ടുകളായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇപ്പം നിലവിൽ എൻട്രി പോയിൻ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് നിലവിലില്ല. പക്ഷേ എൻട്രി പോയിന്റിലേക്ക് എത്തുന്നു. നിങ്ങൾക്കത് വെയിറ്റ് ചെയ്ത് ബ്രേക്ക് ആയാൽ മാത്രം നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ വിട്ടുകളായി അടുത്ത ചാർട്ട് നോക്കുക. നാളെ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പഴയ വീഡിയോസ് ഇങ്ങനെ കണ്ടു പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതേ കാര്യങ്ങൾ തന്നെ പുതിയ ചാർട്ടുകളിലും കാണാൻ പറ്റും. ഹിസ്റ്ററി ടെൻസ് ടു റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.